പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല രാത്രിയിൽ ബഥേൽ ഹോളി സിറ്റി മിഷൻ എന്ന ലൈവ് പേജിലൂടെ, ഫേസ്ബുക്ക് ലൈവ് പേജിലൂടെ നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഈ ശബ്ദപരിധിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്നെ കാണുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവജനങ്ങൾക്കും, എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും, എൻ്റെ എല്ലാ കൂട്ടുപ്രവർത്തകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം ശ്രദ്ധിക്കുവാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്കൊരുമിച്ച് ഈ സമയം അല്പസമയം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം വിചിന്തനത്തിന് വേണ്ടി നമുക്കൊരു വേദവാക്യം വായിച്ച് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. അതിന് ആധാരമായി വിശുദ്ധ അപ്പസ്തലനായ പൗലോസിനെ വെളിപ്പാടിലുണ്ടായ ആ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിനെ 18-ാമത്തെ തിരുവചന വാക്യം വായിച്ചു നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നിന്റെ കോപവും വന്നു മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിപ്പാനുമുള്ള കാലം വന്നിരിക്കുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വായിച്ചു കേട്ട ദൈവത്തിൻ്റെ തിരുവചന ഭാഗങ്ങൾക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ, അങ്ങയുടെ അഭിഷിക്ത ദാസന്മാരാൽ, അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ട ദൈവത്തിൻ്റെ തിരുവചനം സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ടത്, പാറയെ തകർക്കുന്ന ചുറ്റികയായ അഗ്നിയായ വചനം, ജീവനും ചൈതന്യവും നൽകുന്ന വചനം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന വചനം, മരിച്ചവരെ ജീവിപ്പിക്കുന്ന വചനം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന വചനം, രോഗികളെ സൗഖ്യമാക്കുന്ന വചനം, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ വചനം ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് വായിക്കുവാൻ കൃപ നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു. തുടർന്ന് ഈ വചനത്തിൻ്റെ മർമ്മങ്ങളെ ഞങ്ങൾക്ക് ഗ്രഹിപ്പാൻ കൃപ നൽകണമേ. വചനത്തിൻ്റെ മർമ്മങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്നാതാ. തുടർന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. അടിൻ്റെ നാവിനോട് കൂടെ ഇരിക്കണമേ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന അങ്ങനെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവേ, നിരാശകൾ മാറട്ടെ, ആകുലതകൾ മാറട്ടെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അസമാധാനങ്ങൾ മാറിപ്പോകട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ കർത്താവേ. ജോലി സ്ഥലത്തിരുന്നു കൊണ്ട്, വാഹനങ്ങളിൽ, ബസ് സ്റ്റോപ്പുകളിൽ, ഈ യാത്രകളിൽ, വയലുകളിൽ, അതെ എവിടെയെല്ലാം ഇരുന്നു കൊണ്ട് ജനം ഈ ശബ്ദം ശ്രദ്ധിക്കുന്നുവോ, ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ജനത്തിന്റെ കാതുകളിൽ ഇത് ദൈവ ശബ്ദമായിട്ട് മുഴങ്ങണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സഹായിക്കണമേ. രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ സേവകാത്മാക്കളായ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് ശുശ്രൂഷിക്കുന്ന അനുഭവം ഉണ്ടാകണമേ. അടിയന്റെ നാവിനോട് കൂടെ ഇരിക്കണമേ. ദൈവഹിതമല്ലാത്ത ഒരു ശബ്ദം പോലും അടിയന്റെ വായിൽ നിന്നും പുറപ്പെടുവാൻ ദൈവം അനുവദിക്കരുതേ. അടിയന്റെ നാവിനെ ദൈവം ഉപയോഗിക്കണമേ. തുടർന്ന് കേൾവിക്കാർക്ക് ആത്മീക വളർച്ചയ്ക്ക്, ആത്മീക അനുഗ്രഹത്തിന്, രോഗശാന്തിക്ക്, ദൈവത്തിലുള്ള വിശ്വാസത്തിന്, ഉറപ്പിന്, ധൈര്യത്തിന് കാരണമാക്കണമേ കർത്താവേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. ഈ മീഡിയ കർത്താവിന്റെ രക്തത്തിൽ ശുദ്ധീകരിക്കണമേ. ദൂതന്മാരുടെ കാവലുണ്ടാകണമേ. അത് യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് നമ്മളെ ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് രാത്രിയിൽ വായിച്ച ദൈവത്തിൻ്റെ തിരുവചന ഭാഗം ഇങ്ങനെയാണ്. വിശുദ്ധ അപ്പസ്തലനായ യോഹന്നാനുണ്ടായ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 18-ാമത്തെ തിരുവചന വാക്യത്തിൽ നിന്റെ കോപവും വന്നു മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാരും വിശുദ്ധന്മാരും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിപ്പാനുമുള്ള കാലവും വന്നിരിക്കുന്നു. അപ്പോൾ ഒരു കാലത്തിൻ്റെ ആഗമനത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു കാലം വന്നിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കാലം, തൻ്റെ ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്ന ഒരു കാലം അത് വന്നിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാടിൽ അരുളി ചെയ്തു. ആ കാലം 3 കാര്യങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ആ കാലത്തിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ ആ കാലത്തിൻ്റെ പ്രത്യേകത, അവിടെ 3 കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. 1, ദൈവത്തിൻ്റെ കോപം. 2, മരിച്ചവരെ ന്യായം വിധിക്കുന്ന സമയം. 3, ദൈവത്തിൻ്റെ പ്രവാചകന്മാരും ദാസന്മാരും വിശുദ്ധന്മാരും ഭക്തന്മാരുമായവർക്ക് പ്രതിഫലം കൊടുക്കുന്ന സമയം.
ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിപ്പാനുള്ള കാലം വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ കാലങ്ങൾ ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് വിശുദ്ധ അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാടിൽ എഴുതുമ്പോൾ, ഇന്ന് ഈ രാത്രിയിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഈ വചനത്തിൻ്റെ പ്രാധാന്യതകൾ എന്തെന്ന് നാം വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാലലക്ഷണങ്ങൾ ഒക്കെയും നമ്മൾ ഈ ദിവസങ്ങളിൽ, ഈ കാലഘട്ടങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നാളുകളിൽ നാം എല്ലാവരും അതിൻ്റെ സൂചനകൾ, അതിൻ്റെ ഫലങ്ങൾ, അതിൻ്റെ അനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ത്യകാലത്തെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ചോദിച്ച ചോദ്യത്തിന് ലൂക്കോസിന്റെ സുവിശേഷം 21-ലും മത്തായിയുടെ സുവിശേഷം 24-ലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കൊടുത്തിരിക്കുന്ന മറുപടിയുടെ ആ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 3 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിൽ ദൈവത്തിൻ്റെ കോപം എന്നുള്ള ആ ഭാഗം വിട്ടിട്ട് ബാക്കിയുള്ള 3 കാര്യങ്ങൾ നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുവാൻ സമയം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. വേഗത്തിൽ നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത് 1, നിന്റെ കോപം. 2, മരിച്ചവരെ ന്യായം വിധിക്കുവാനുള്ള സമയം വന്നിരിക്കുന്നു. മരിച്ചവരെ ന്യായം വിധിക്കുക. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ആ ന്യായവിധിയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് തൊട്ടു പോകുവാനിടയായി തീർന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാണെന്ന് തിരുവചനം വായിച്ചിട്ട് ഒരു ന്യായവിധിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം മുതൽ 15-ാമത്തെ വാക്യം വരെ നാം വായിച്ച് ചിന്തിച്ചത്, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തനിരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആപാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തവന് അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പോൾ ഇവിടെ ഒരു ന്യായവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരു തീപ്പൊയ്കയിലെ 2-ാമത്തെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കഴിഞ്ഞ രാത്രി നമ്മൾ അല്പമായിട്ടൊന്ന് തൊട്ട് പോകുവാനിടയായി തീർന്നു. അപ്പോൾ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ നാം വായിച്ച തിരുവചന ഭാഗം ഇങ്ങനെയാണ് നമ്മളെ വിളിച്ചു പറയുന്നത്, മരിച്ചവരെ ന്യായം വിധിപ്പാൻ ഉള്ള കാലം വന്നിരിക്കുന്നു. അപ്പോൾ മരിച്ചവർക്കൊരു ന്യായവിധി ഉണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. എബ്രായ ലേഖനകർത്താവ് 9-ാം അധ്യായം, എബ്രായ ലേഖനത്തിലെ 9-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും അത് മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ. അങ്ങനെ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ നമുക്ക് വേണ്ടി, അനേകർക്ക് വേണ്ടി, ഭൂമിയിലുള്ള സകല ജനത്തിനു വേണ്ടി, മാനവരാശിക്ക് വേണ്ടി അർപ്പിക്കപ്പെടുവാനിടയായി തീർന്നു. പക്ഷേ പാപം കൂടാതെ തൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ വീണ്ടും മടങ്ങി വരുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഇവിടെ ആ മരണശേഷമുള്ള ന്യായവിധിയെക്കുറിച്ച് പറയുന്നു. അപ്പൊ സകല മനുഷ്യർക്കും എന്തുണ്ട്? ന്യായവിധിയുണ്ട്. അപ്പൊ സകല മനുഷ്യരുടെയും ന്യായവിധി എന്ന് പറയുന്ന ഒരു ഭാഗം വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. പക്ഷെ ഇവിടെ മരിച്ചവരുടെ ന്യായവിധി എന്ന് പറയുമ്പോൾ തന്നെ വിശുദ്ധന്മാരുടെ പ്രതിഫലം എന്നുകൂടെ പറയുന്നുണ്ട്. അപ്പൊ ന്യായവിധിയെക്കുറിച്ച് നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ ഫേസ്ബുക്ക് ലൈവ് പേജിൽ നമ്മൾ പ്രസംഗിച്ചിട്ടുള്ളതാണ്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ കാൽവരി യാഗമാകുന്ന ആ ന്യായവിധി മുതൽ സപ്ത ന്യായവിധിയെക്കുറിച്ച് നമുക്ക് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ക്രൂശിലെ ന്യായവിധി, തന്നെത്താനുള്ള വിശ്വാസികളുടെ ന്യായവിധി, വിശ്വാസികളുടെ പ്രവൃത്തികൾക്കുള്ള ന്യായവിധി, ഇസ്രായേലിന്റെ ന്യായവിധി, ജാതികളുടെ ന്യായവിധി, ദൂതന്മാരുടെ ന്യായവിധി, വെള്ളസിംഹാസന ന്യായവിധി എന്ന ഭാവിയിലെ ഈ ന്യായവിധികളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ന്യായവിധിയൊക്കെ മാനദണ്ഡങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്.
ക്രൂശിലെ ന്യായവിധി കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിൽ പൂർത്തീകരിച്ചതാ. പിതാവേ ഇതാ സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞ് അത് തൻ്റെ ജീവൻ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവിടെ പിശാചിന്റെ പ്രവൃത്തികൾ അഴിഞ്ഞു. ലോകത്തിലെ അത് അധികാരിയോട് അല്ലെങ്കിൽ ലോകത്തിന്റെ പ്രഭുവിനോട് അത് പടവെട്ടി അതിനെ ജയിച്ച് അതിനെ ന്യായം വിധിച്ച ഒരു ന്യായവിധി കാൽവരി ക്രൂശിൽ നടന്നു. അതുകൊണ്ട് പിശാചിന്റെ ആയുധവർഗം വെപ്പിച്ചതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നീതീകരണം ലഭിക്കുന്നു, പാപത്തിന് മോചനം ലഭിക്കുന്നു, അങ്ങനെയെങ്കിൽ ദൈവമക്കൾ എന്നുള്ള പദവി ലഭിക്കുന്നു. അവിടെ ആ ന്യായവിധി കർത്താവ് പൂർത്തീകരിച്ചു. അതുകൊണ്ട് ആകാശനും ഭൂമിക്കും സകല അധികാരവും നമ്മുടെ കർത്താവിനുള്ളതെന്ന് വിശുദ്ധ വേദപുസ്തകം മർക്കോസിന്റെ സുവിശേഷം 16 വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28 വ്യക്തമായി കർത്താവ് പറയുവാനിടയായി തീർന്നു. അപ്പോൾ ആ ക്രൂശിലെ ന്യായവിധി അത് കഴിഞ്ഞു പോയി. അതുകൊണ്ട് നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. അങ്ങനെയെങ്കിൽ അത് ആ ക്രൂശിലെ ന്യായവിധി. അടുത്തത് തന്നെത്താനുള്ള ന്യായവിധിയാണ്. ഒരു വിശ്വാസി അനുദിന ജീവിതത്തിൽ തന്നെത്താൻ ന്യായവിധിക്കണം. അവനവൻ തന്നെത്താൻ ന്യായവിധിച്ചാൽ 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 11 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നാം തന്നെ ന്യായം വിധിക്കുന്നു എങ്കിൽ 1 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം അതിന് 31-32 വാക്യങ്ങളാണ് നമുക്ക് കാണുന്നത്. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. 1 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം 31-32 വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാനിടയിരുന്നു. അതിന് അനുദിനവും ഒരു ദൈവജന ജീവിതത്തിൽ അനുദിനവും വിധിക്കപ്പെട്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ശോധന ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കണം, ക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ തന്നെത്താൻ വിധിക്കപ്പെടുന്നവൻ വിധിക്കപ്പെടുകയില്ല. അപ്പോൾ എവിടെ വിധിക്കപ്പെടുകയില്ല? അവിടെ ഭാവി മരിച്ചവരുടെ ന്യായവിധി ദിവസത്തിൽ ന്യായം വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ, ശിക്ഷിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഒരു ദൈവപൈതൽ അനുദിന ജീവിതത്തിൽ ദിവസവും അത് വിധിക്കപ്പെടുവാൻ തക്കവണ്ണം വിധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ശോധന ചെയ്തുകൊണ്ട്, ക്രമീകരിക്കപ്പെട്ടുകൊണ്ട്, അത് തന്നെത്താൻ വിശുദ്ധീകരിച്ചുകൊണ്ട് അത് ജീവിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. അപ്പോൾ അടുത്ത ന്യായവിധിയെക്കുറിച്ച് പറയുന്നത് ഇസ്രായേലിന്റെ ന്യായവിധിയാണ്. പിന്നെ ജാതികളുടെ ന്യായവിധിയാണ്. അടുത്തത് ദൂതന്മാരുടെ ന്യായവിധിയാണ്. അടുത്തത് വെള്ള സിംഹാസനത്തിലെ ന്യായവിധിയാണ്. വെളിപ്പാട് പുസ്തകം 11 നമ്മൾ വായിച്ചത് ന്യായവിധിയുടെ സമയം വന്നിരിക്കുന്നു. മരിച്ചവർ ആഭാലവൃത്തം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു കാഴ്ച. വെളിപ്പാട് പുസ്തകം 20 അധ്യായം 11 വാക്യത്തിൽ അപ്പോസ്തലനായ യോഹന്നാന് വെളിപ്പാടിൽ ലഭിക്കുകയാണ്. അങ്ങനെ ആ 11 അധ്യായത്തിൽ പറയുന്നത് അത് മരിച്ചവർ ആഭാലവൃത്തം സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുവാനിടയായി തീരുന്നു. മരിച്ചവർ എന്ന് പറഞ്ഞാൽ ആരെ കുറിച്ചാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ നിന്നും പഠിക്കേണ്ടത് ആവശ്യമാണ്. സകല മനുഷ്യരും മരിക്കുന്നു. വിശുദ്ധന്മാർ മരിക്കുന്നു, ഭക്തന്മാർ മരിക്കുന്നു, പ്രവാചകന്മാർ മരിക്കുന്നു, അപ്പോസ്തലന്മാർ മരിക്കുന്നു, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകന്മാർ മരിക്കുന്നു. ലോകത്തിൽ മനുഷ്യനായി ജനിക്കപ്പെട്ട സകല മനുഷ്യർക്കും മരണമുണ്ടെന്ന് എബ്രായ ലേഖനം 9 അധ്യായം 27 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരിക്കൽ ജനിക്കപ്പെട്ട സകല മനുഷ്യർക്കും എന്തുണ്ട്? മരണം നിശ്ചയമാണ്. അപ്പോൾ മരിച്ചവരെ ഇവിടെ ന്യായം വിധിക്കുകയും ഭക്തന്മാർക്കും വിശുദ്ധന്മാർക്കും പ്രതിഫലം കൊടുക്കുകയും ചെയ്യുന്ന സമയം. അപ്പോൾ ആ മരിച്ചവരെ ന്യായം വിധിക്കുക എന്നുള്ള ഒരു വാക്ക് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പുനരുത്ഥാനത്തിന്റെ 2 ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ ചിന്തിച്ചു. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരും വിശുദ്ധന്മാരുമാണ്. അവരുടെ മേൽ 2ാം മരണത്തിന് അധികാരം ഇല്ല. അപ്പോൾ ഒന്നാമത്തെ പുനരുത്ഥാനം കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ മരിച്ചവരിൽ നിന്നും ഒരു ചെറിയ കൂട്ടം ഉയർത്തെഴുന്നേൽക്കുന്നു. ആരാണ് ആ കൂട്ടം? യേശുക്രിസ്തുവിൽ ജനിച്ച്, യേശുക്രിസ്തുവിൽ ജീവിച്ച്, യേശുക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ആ ഉയർത്തെഴുന്നേൽപ്പ് വിശുദ്ധന്മാരുടെ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരുടെ ഉയർപ്പാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ പിന്നെ സ്ഥാപനം മുതൽ, ലോകത്തിന്റെ അല്ലെങ്കിൽ ഭൂമിയുടെ ആരംഭം മുതൽ, മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ മരിക്കപ്പെട്ട അനേക വിശുദ്ധന്മാർ, അനേകർ പിന്നെയും മരണത്തിൽ തന്നെ കിടക്കുകയാണ്. അവർ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അവർ ഉയർക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്തെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 20 പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ആ മരിച്ചവർ ആഭാലവൃത്തം പിന്നെയും ഉയർക്കും. അതെ, മത്തായിയുടെ സുവിശേഷം 24, 25 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ ന്യായവിധിയെ കുറിച്ച് പറയുന്നുണ്ട്. നീതിമാന്മാരുടെയും അതെ ദുഷ്ടന്മാരുടെയും ന്യായവിധികൾ കോലാടുകളുടെയും ചമ്മരാടികളെ പോലെ മാറ്റി നിർത്തുന്നവർ, ഇടത്തും വലത്തുമുള്ളവർ. അങ്ങനെയെങ്കിൽ അവരുടെ ന്യായവിധിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ മരിച്ചവർ എല്ലാവരും അതെ ഉയർത്തെഴുന്നേൽക്കും. എന്തിനാ? അതെ, ഒരുവർ നിത്യജീവന് വേണ്ടിയും ഒരു കൂട്ടർ നിത്യശിക്ഷാവിധിക്ക് വേണ്ടിയും ഉയർത്തെഴുന്നേൽക്കുന്ന സമയമുണ്ട്. അപ്പോൾ എങ്ങനെ മരിച്ചവരും ഉയർത്തെഴുന്നേറ്റ് ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. എൻ്റെ പ്രസംഗം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ശ്രദ്ധിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും മരണം വഴിയായി മാറ്റപ്പെടേണ്ടവരാണ്. പക്ഷേ മരിച്ച സകലരും ഉയർത്തെഴുന്നേൽക്കുന്ന ന്യായം വിധിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ, ആ കുഞ്ഞാടിന്റെ മുമ്പിൽ, അതെ ആ ന്യായാധിപതിയുടെ മുമ്പിൽ ഞാനും നിങ്ങളും അതെ നിൽക്കുന്ന ഒരു സമയമുണ്ട്. അങ്ങനെയെങ്കിൽ ആ നിൽക്കുന്ന സമയത്ത് അവിടെ പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവിടെ അവരുടെ പ്രവൃത്തികൾക്കടുത്ത ശിക്ഷാവിധി ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ന്യായവിധിയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 11:18 നമ്മൾ വായിച്ചു. മരിച്ചവരെ ന്യായം വിധിപ്പാനുള്ള സമയം വന്നിരിക്കുന്നു. അപ്പോൾ ന്യായവിധിക്കൊരു സമയമുണ്ട്. ആ ന്യായവിധിക്ക് മുമ്പ് അവിടെ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ എടുക്കപ്പെട്ട വിശുദ്ധന്മാർ, അത് ക്രിസ്തുവിൻ്റെ ആ കർത്താവായ യേശു ക്രിസ്തുവാകുന്ന അത് ആ ന്യായാധിപതിയുടെ മുമ്പിൽ അത് നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. അപ്പോൾ ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ന്യായപീഠത്തിൻ്റെ മുമ്പിൽ സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം എടുക്കപ്പെട്ട വിശുദ്ധന്മാർ നിൽക്കുന്നൊരു സമയമുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ദിവസം അതിനെ വെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഒരു വിശുദ്ധൻ ചെയ്ത പ്രവൃത്തി, ഒരു വിശുദ്ധന്റെ ശുശ്രൂഷ, ഒരു അപ്പസ്തോലന്റെ, പ്രവാചകന്മാരുടെ, ഇടയന്റെ, സുവിശേഷകന്റെ, ഉപദേഷ്ടാക്കന്മാരുടെ ശുശ്രൂഷകൾ അന്ന് വെളിപ്പെട്ടു വരും. നമ്മുടെ സൽപ്രവൃത്തികൾ അന്ന് വെളിപ്പെട്ടു വരും. നമ്മുടെ പാപപ്രവൃത്തികൾ അന്ന് വെളിപ്പെട്ടു വരും. നമ്മുടെ ബലഹീനതകൾ അന്ന് വെളിപ്പെട്ടു വരും. നമ്മുടെ അതേ ബലമൊന്ന് വെളിപ്പെട്ടു വരും. അന്ന് നമുക്ക് പ്രശംസകൾ ലഭിക്കും, കിരീടങ്ങൾ ലഭിക്കും, അനുഗ്രഹങ്ങൾ, അവകാശങ്ങൾ ലഭിക്കും, സ്ഥാനമാനങ്ങൾ ലഭിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രതിഫലങ്ങൾ, അനുഗ്രഹങ്ങൾ അത് ലഭിക്കുവാനിടയായി തീരും. അന്ന് ആ വിശുദ്ധന്മാർ അത് ക്രിസ്തുവിന്റെ ന്യായപീഠത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ദിവസം അത് വെളിപ്പെട്ടു വരും. അവിടെ പറഞ്ഞിരിക്കുന്നു, ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്നത് എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. അപ്പോൾ ഒരുവത്തിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം എന്നുണ്ട്, പ്രതിഫലമുണ്ട്. എന്നാൽ എല്ലാ വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ചിന്താവിഷയമാണ്. വെളിപ്പാട് പുസ്തകം 11:18 പറഞ്ഞിരിക്കുന്നത്, അത് നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുപ്പാനുമുള്ള കാലം വന്നിരിക്കുന്നു. നിന്റെ ഭക്തന്മാരായ ചെറിയവരും വലിയവരുമായവർക്ക്, പ്രവാചകന്മാരായവർക്ക്, പ്രവാചകിമാരായവർക്ക്, അത് കർത്താവിൻ്റെ ശുശ്രൂഷകന്മാർക്ക്, ദൈവത്തിന് വേണ്ടി അത് അധ്വാനിച്ച അത് എല്ലാ വിശുദ്ധന്മാർക്കും അത് നിശ്ചയമായിട്ടും പ്രതിഫലം കൊടുക്കുവാൻ അത് സമയം, അത് കാലം അടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അന്ന് പ്രതിഫലം കൊടുക്കും. എന്താണ് അതിന് മാനദണ്ഡം? അവരവർ ചെയ്ത പ്രവൃത്തികളാണ് അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രതിഫല വീതമാണ് ഇവിടെ നടക്കുവാനിടയായി തീരുന്നത്. അപ്പോൾ ആരുടെയും സാക്ഷ്യങ്ങൾ അന്ന് അവിടെ ദൈവത്തിന് ആവശ്യമില്ല. കാരണം അന്ന് പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. 2 ദൂതന്മാർ അവിടെ സാക്ഷ്യം പറയും. കാരണം ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെടുവാനുള്ള സേവകാത്മാക്കളെ ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്.
അതിനെക്കുറിച്ച് ആത്മീയ മണ്ഡലത്തിൽ അത് വളർച്ചയുള്ള ദൈവദാസന്മാർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ രക്ഷിക്കപ്പെടുവാനുള്ള സേവകാത്മാക്കളായ ദൂതന്മാർ എബ്രായ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് ഒരു മനുഷ്യനല്ല, അല്ലെങ്കിൽ സഭയിലെ സെക്രട്ടറി അല്ല, സഭയിലെ മറ്റ് വിശ്വാസികളല്ല, അത് നമ്മുടെ കുടുംബത്തിലെ വേറെ ആരുമല്ല, നമ്മുടെ കൂട്ടുപ്രവർത്തകരല്ല. നമുക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. അങ്ങനെയെങ്കിൽ ആ പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടത് തുറന്നു വയ്ക്കും, നഗ്നമായിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാനിടയായി തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, അത് കർത്താവിൻ്റെ ഭക്തന്മാർക്ക്, ചെറിയവർക്കും വലിയവർക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് ചെറിയവർക്കും വലിയവർക്കും എല്ലാവർക്കും എന്നുണ്ട് പ്രതിഫലമുണ്ട്. തൻ്റെ ഭക്തന്മാർക്ക് എല്ലാവർക്കും എന്നുണ്ട് പ്രതിഫലമുണ്ട്. നാം ഒരു ഗ്ലാസ് പച്ചവെള്ളം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. പ്രിയരെ, എബ്രായ ലേഖനം 6-ാം അധ്യായം നമ്മൾ എടുത്താൽ അതിൻ്റെ 10-ാമത്തെ തിരുവചന വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാനും തക്കവണ്ണം അനീതിയുള്ളവനല്ല. അപ്പോൾ ദൈവം തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹത്തെ മറന്നു കളയുന്ന അനീതിയുള്ള ദൈവമല്ല. ദൈവം വിശ്വസ്തനാണ്, നീതിമാനാണ്. അങ്ങനെയെങ്കിൽ അത് തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹത്തെ ദൈവം മറന്നു കളയത്തില്ല. ചെറിയവർക്കും വലിയവർക്കും എല്ലാം പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയവരും വലിയവരും ആരാ ഇതിനകത്ത്? ചെറിയവരും വലിയവരും എന്ന് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് ആരാ? അപ്പോൾ കഴിവില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു കൂട്ടരുണ്ട്. അപ്പം ചെറിയവർ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയുടെ ഇപ്പോൾ പുതിയ നിയമത്തിലെ ശുശ്രൂഷയുടെ ആരംഭം പെന്തക്കോസ് നാളിൽ തുടങ്ങിയതാണ്. മർക്കോസിൻ്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് പിളർന്ന നാവ് പോലെ അവരുടെ മേൽ പ്രത്യക്ഷമായപ്പോൾ അവർ ഇരുന്നിരുന്ന സ്ഥലമെല്ലാം ആത്മാവ് കൊണ്ട് നിറഞ്ഞു. ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. എല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എല്ലാവരും ഒരുപോലെ സംസാരിച്ചു തുടങ്ങി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ പത്രോസ് 11 പേരോട് കൂടെ എഴുന്നേറ്റ് പ്രസംഗിച്ച പത്രോസ് വലിയവനാണെന്നല്ല അവിടെ പറയുന്നത്. പക്ഷെ ഇവിടെ വലിയവർ ചെറിയവർ എന്ന് പറയുന്നത് ശുശ്രൂഷയിൽ ദൈവം ചിലരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ പത്രോസ് പ്രസംഗിച്ചു, യോഹന്നാൻ കൂടെ പ്രസംഗിച്ച് 3-ാമത്തെ അധ്യായത്തിൽ ഇവിടെ ശുശ്രൂഷകൾ തുടങ്ങുന്നു. അതിനുശേഷം 4-5 അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭയുടെ വിശ്വാസികളുടെ എണ്ണങ്ങൾ വർദ്ധിക്കുന്നു. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി ദൈവം സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശുശ്രൂഷകൾക്ക് അത് പുതിയ ശുശ്രൂഷകന്മാരെ അവർ തിരഞ്ഞെടുക്കുന്നു. മേശമേൽ ശുശ്രൂഷിക്കുന്നവരെ കടന്നു വരുന്നു. അത് അവർ അങ്ങനെ ദൈവത്തെ സ്തുതിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള മേശമേൽ ശുശ്രൂഷിക്കുവാനുമുള്ള ശുശ്രൂഷകന്മാരെ അവർ തിരഞ്ഞെടുക്കുന്നു. ഫിലിപ്പോസ് തുടങ്ങി 7 പേരെ, ആത്മാവ് നിറഞ്ഞ 7 പേരെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അവരും പിന്നീട് സുവിശേഷകനായി മാറുന്നു. അങ്ങനെ ഓരോരുത്തരെ ദൈവം തിരഞ്ഞെടുക്കുവാനിടയായി തീരുന്നു. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ശുശ്രൂഷകളിൽ ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും എന്ന് പറഞ്ഞാൽ മേശമേ ശുശ്രൂഷിക്കുന്നവരാണെങ്കിലും അത് പായിടുന്നവരാണെങ്കിലും ഇനി കർത്താവിന് വേണ്ടി ദാനധർമ്മങ്ങൾ കൊടുക്കുന്നവരാണെങ്കിലും ഇനി യേശുവിനെ പ്രസംഗിക്കുന്നവരാണെങ്കിലും രോഗശാന്തി ശുശ്രൂഷയുള്ളവരാണെങ്കിലും പ്രവചന ശുശ്രൂഷയുള്ളവരാണെങ്കിലും വ്യാഖ്യാന ശുശ്രൂഷയുള്ളവരാണെങ്കിലും ഇടയ ശുശ്രൂഷയുള്ളവരാണെങ്കിലും അത് ഏത് ശുശ്രൂഷകൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുവാനുള്ള വരങ്ങളുള്ളവരാണെങ്കിലും ഏത് ശുശ്രൂഷകന്മാരാണെങ്കിലും എല്ലാവർക്കും എന്തുണ്ട്? പാടുന്നവർക്കും പ്രതിഫലമുണ്ട്, പായിടുന്നവർക്കും പ്രതിഫലമുണ്ട്, അത് ദശാംശം കൊടുക്കുന്നവർക്കും പ്രതിഫലമുണ്ട്, അത് ആ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അത് കൈത്താങ്ങുന്നവർക്ക് പ്രതിഫലമുണ്ട്, അത് നാടുനീളെ നടന്ന് പ്രസംഗിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. എല്ലാവർക്കും അവരവരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണമുള്ള എന്തുണ്ട്? പ്രതിഫലം ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, എല്ലാവർക്കും അവരവരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണമുള്ള പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ആ പ്രതിഫലം നഷ്ടമാകുന്നത് എങ്ങനെയാണ്? അവനവൻ ചെയ്ത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ പ്രതിഫലം നിശ്ചയമാണ്. അത് വെന്തുപോയെങ്കിൽ പ്രതിഫലം നഷ്ടമായി പോയി. അതുകൊണ്ട് വെന്തു പോകാതിരിക്കുവാൻ നാം എങ്ങനെ ചെയ്യണം? സകലതും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെയ്യണം, ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യണം. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യണം, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ക്രിസ്തുവിനെന്ന പോലെ ചെയ്യണം. അപ്പോൾ പ്രതിഫലം നഷ്ടമാകത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, അത് പ്രതിഫലത്തിന്റെ സമയമായി, ന്യായവിധിയുടെ സമയമായി. അതുകൊണ്ട് പ്രതിഫലം വാങ്ങിക്കുവാൻ കർത്താവിന്റെ രക്തത്താൽ
വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഈ ശബ്ദം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ഈ ലോകത്തിൽ നാം ചെയ്യുന്നതെല്ലാം ക്രിസ്തുവിനെന്ന വണ്ണം ചെയ്യുന്നെങ്കിൽ, ഞാൻ പ്രസംഗിക്കുന്നെങ്കിൽ, അതേ റോമൻ ലേഖനം 12-ാം അധ്യായം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാനത് പ്രസംഗിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് ഭാഗത്തിലേക്ക് കടങ്ങുന്നില്ല. അത് റോമർ ലേഖനം 12 വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ശുശ്രൂഷിക്കുന്നവൻ, അത് പ്രസംഗിക്കുന്നവൻ, ദാനധർമ്മങ്ങൾ കൊടുക്കുന്നവൻ, അത് ചെയ്യുന്നതെല്ലാം കർത്താവിന് എന്ന പോലെ ഈ നാളുകളിൽ ചെയ്യുന്നെങ്കിൽ നിശ്ചയമായിട്ടും ആ പ്രതിഫലം നമുക്ക് ലഭിക്കും. അതെ, ആ പ്രതിഫലം എന്താണ്? ഒന്ന് ജീവകിരീടം. ആ പ്രതിഫലത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാ: 1 കിരീടങ്ങൾ, 2 അധികാരങ്ങൾ, 3 പ്രശംസകൾ. കർത്താവിന്റെ പ്രശംസ ലഭിക്കും. നല്ല ദാസനെ, നല്ല ദാസിയെ എന്നുള്ള അത് ആ പ്രശംസകൾ നമുക്ക് ലഭിക്കുവാനിടയിൽ തീരും. അവിടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ: 1 ജീവകിരീടം, 2 തേജസ്സിന്റെ കിരീടം, 3 നീതിയുടെ കിരീടം, 4 പ്രശംസാ കിരീടം, 5 വാടാത്ത കിരീടം. 5 കിരീടങ്ങളെ കുറിച്ച് പറയുന്നു. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അനേക പ്രതിഫലങ്ങൾ, അധികാരങ്ങൾ, സ്ഥാനമാനങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. തെസ്സലോനിക്ക ലേഖനം 2 തെസ്സലോനിക്ക ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം, 2 തെസ്സലോനിക്ക ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം, 7 മുതൽ 6 മുതലുള്ള വാക്യങ്ങൾ ഞാൻ ശബ്ദമുയർത്തി ഇവിടെ വായിക്കാം. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്നും അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്ക്, നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരം കൊടുക്കുമ്പോൾ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ആ നാളിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിന് തങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയം ആകേണ്ടതിന് വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും കൃപയാൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടേണ്ടതിന്. ഇവിടെ ആ ഭാഗം നമ്മൾ വായിച്ചപ്പോൾ കണ്ട ഒരു കാര്യം ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ ഈ ഭൂമിയിൽ കഷ്ടമനുഭവിക്കുന്ന, പീഡനമനുഭവിക്കുന്ന ഓരോ ദൈവത്തിനും എന്തുണ്ട്? പ്രതിഫലങ്ങളുണ്ട്. പ്രതിഫലം ലഭിക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് അത് പ്രതികാരം കർത്താവ് കൊടുക്കുവാനിടയായി തരും. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം. 18-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് മരിച്ചവർക്ക് ന്യായവിധിയുടെ സമയമായി. മരിച്ചവർ, പാപത്തിൽ മരിച്ചവർ, ലോകത്തിൽ പാപത്തിൽ മരിച്ചവർ, അവർക്ക് ന്യായവിധിയുടെ സമയമായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം മരണത്തിൽ നിന്നും ജീവൻ പ്രാപിക്കേണ്ടതിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പ്രത്യക്ഷനായി. ജീവനിൽ പ്രവേശിച്ച സകല ഭക്തന്മാർക്കും എന്നുണ്ട്? പ്രതിഫലമുണ്ട്. അതുകൊണ്ട് മരിച്ചവർക്ക് ന്യായവിധിയുണ്ട്, ശിക്ഷാവിധിയുണ്ട്. അതുകൊണ്ട് ആ ശിക്ഷാവിധിയിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ നമുക്ക് ദൈവം ഒരുക്കിയ അവസരം ഇനി നമുക്ക് കിട്ടുമോ എന്ന് നമുക്കറിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ ശിക്ഷാവിധിയിൽ നിന്നും മോചിപ്പിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ അവസരം നാളെ നമുക്ക് കിട്ടുമോ എന്നെനിക്ക് പറയാൻ കഴിയത്തില്ല. കാരണം നാളെ നമ്മുടേതല്ലല്ലോ. അതുകൊണ്ട് ആ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കുവാൻ ദൈവം ഒരുക്കിയ ആ അനുഗ്രഹമാണ്, ആ വഴിയാണ് ഏലി ഏലി ലമാ ശബക്താനി എന്ന് ഉറക്കം നിലവിളിച്ച് അരുമനാഥനായ യേശു ക്രിസ്തു കാൽവരിയിൽ തൻ്റെ പ്രാണനെ അർപ്പണം ചെയ്യുവാനിടയായി തീർന്നത്, ചമ്മട്ടിയാൽ അടിയേറ്റത്, പുറമുഴുവച്ചാൽ പോലെ കീറിയത്, തലയിൽ മുൾക്കിടം അടിച്ചിറക്കിയത്, കണ്ണുകുഴിഞ്ഞ് മുഖം രൂപമായി തീർന്നത്, അതേ യേശു നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ അർപ്പണം ചെയ്തത് നാം മരണത്തിൽ നിന്നും ജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, ആ തീപ്പൊയ്കയിൽ വീണു പോകാതെ, രണ്ടാം മരണത്തിൽ വീണു പോകാതെ, അത് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ ദൈവം നമ്മളെ സ്നേഹിച്ചത് നമ്മ ജീവനിൽ കിടക്കേണ്ടതിന് വേണ്ടിയാ. തീപ്പൊയ്കയിൽ നിന്നും, രണ്ടാം മരണത്തിൽ നിന്നും, നിത്യമായ നാശത്തിൽ നിന്നും
നാം രക്ഷ പ്രാപിക്കുവാൻ ദൈവം ഒരുക്കിയ രക്ഷാകരമായ വഴി. അതുകൊണ്ട് ആ ശിക്ഷാവിധിയിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ഈ ഭൂമിയിൽ നമുക്ക് അധികാരമുള്ളത് കൊണ്ടോ, സ്ഥാനമാനങ്ങളുള്ളത് കൊണ്ടോ, പേരും പ്രശംസയും ഉള്ളത് കൊണ്ടോ, ഗിന്നസ് ബുക്കിൽ പേരുള്ളത് കൊണ്ടോ, വാൾപോസ്റ്റിലും മീഡിയകളിലും അത് പേരുകളും പ്രശംസകളും ഉള്ളത് കൊണ്ട്, അധികാരമുള്ളത് കൊണ്ട് നമുക്ക് ആ തീപ്പൊയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. ആ തീപ്പൊയിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ, ന്യായവിധിയിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ കഴിയണമെങ്കിൽ ഒരേ ഒരു കാര്യം, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു. അങ്ങനെയെങ്കിൽ എങ്ങനെയാ ജീവപുസ്തകത്തിൽ പേരെഴുതുന്നത്? ജീവപുസ്തകത്തിൽ പേരെഴുതണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ൽ കർത്താവ് പറഞ്ഞു, ഒരുവൻ വെള്ളത്തിനാലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയത്തില്ല. ഒറ്റ ക്വാളിഫിക്കേഷനേ ഉള്ളൂ, മനസ്സാന്തരം, വീണ്ടും ജനനം. ആ കർത്താവിന്റെ രക്തത്താൽ ഞാനും നിങ്ങളും കഴുകപ്പെട്ട് ആ ക്രിസ്തുവിൽ നാം അതേ വീണ്ടും ജനനം പ്രാപിക്കുന്നവരെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ മരണത്തിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് കഴിയും. ആ ജീവപുസ്തകത്തിൽ ദൈവം നമ്മുടെ പേരെഴുതും. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. റോമർ ലേഖനം 10-ാം അധ്യായം 9-10 വാക്യം പറയുന്നു, യേശുവിനെ കർത്താവ് എന്ന് അതിരം കൊണ്ട് ഏറ്റുപറയുകയും അത് ദൈവമനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നീതിക്കായി അതിരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. വാസ്തവമായി നിങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ പാപങ്ങളെ പോയി ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനുമായി ദൈവം യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ലോക സംഭവങ്ങളെല്ലാം വിളിച്ചു പറയുന്നു, ന്യായവിധിയുടെ സമയമായി, പ്രതിഫലത്തിന്റെ സമയമായി. ആ പ്രതിഫലം വാങ്ങിക്കേണ്ടതിന് വേണ്ടി നമുക്ക് കർത്താവിന് വേണ്ടി അത് നമ്മുടെ അധ്വാനം വ്യർത്ഥമല്ല എന്ന് മനസ്സിലാക്കി കർത്താവിന്റെ വേലയിൽ നമുക്ക് എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായി തീരാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇതുവരെയും നാം ആ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലെങ്കിൽ, ആ ശിക്ഷാവിധി മോചനം പ്രാപിക്കുവാൻ, തീപ്പൊയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ജീവനിൽ നാം പ്രവേശിച്ചിട്ടില്ലെങ്കിൽ, ഇതാ ഇന്ന് രാത്രി നമുക്കൊരു അവസരം ദൈവം ഒരുക്കുകയാ. നമ്മളായിരിക്കുന്നിടത്ത് നിൽക്കുന്ന നിൽപ്പിൽ എവിടെയായിരിക്കുന്നുവോ അവിടെയായിരുന്നു ഒരു വാക്ക് ദൈവത്തോട് പറയാമോ? കർത്താവേ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടിയാണ് അങ്ങ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത്, എൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണ് ചെമ്മട്ടിയാൽ അടിയേറ്റതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടിയാണ് അങ്ങ് കുന്തത്താൽ കുത്തേറ്റത്, എനിക്ക് വേണ്ടിയാണ് ചോരത്തുള്ളികൾ ഒഴുക്കിയത്. യേശുവേ, എൻ്റെ പാപം അങ്ങ് ഏറ്റെടുത്തത് ഞാൻ മനസ്സിലാക്കുന്നു. അവർ തിരക്കത്താൽ എന്നെ ഒന്ന് കഴുകണമേ. ആ പ്രതിഫലം വീക്ഷിക്കുമ്പോൾ കർത്താവേ, ആ പ്രതിഫലം എനിക്ക് ലഭിക്കുവാൻ, ആ ന്യായവിധിയുടെ സമയത്ത് ശിക്ഷാവിധിയിൽ മോചനം പ്രാപിക്കുവാൻ, ആ ജീവപുസ്തകത്തിൽ എൻ്റെ പേര് കൂടെ ഒന്ന് എഴുതണമേ എന്ന് ഇരിക്കുന്ന ഇരിപ്പിൽ ഹൃദയം നുറുങ്ങി ദൈവത്തോട് ആര് പ്രാർത്ഥിക്കുന്നുവോ, പാപം ആര് ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നുവോ, ഇന്ന് നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടുവാനിടയായി തീരും. അതുകൊണ്ട് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സമയം വേഗത്തിൽ മുന്നോട്ട് പോയതുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ ഇരുന്നുകൊണ്ട് ഒരു നിമിഷം വിചിന്തനം ചെയ്യാമോ? കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തിൻ്റെ തിരുവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് വിവിധ മീഡിയകളിലൂടെ ഈ ശബ്ദം ശ്രദ്ധിക്കുമ്പോൾ കർത്താവേ, അവരുടെ കാതുകളിൽ ദൈവശബ്ദമായി മുഴങ്ങട്ടമേ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുടെ ഹൃദയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കണമേ. വരുവാനുള്ള ആ ന്യായവിധിയുടെ സമയമായി എന്ന്, പ്രതിഫലത്തിൻ്റെ സമയമായി എന്ന്, ഭൂമിയെ നശിപ്പിക്കുന്നവരെ വിധിപ്പാനുള്ള സമയമായി എന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവേ, സമയം ഏറ്റവും അടുത്തതുകൊണ്ട്, കർത്താവിൻ്റെ വരവിൻ്റെ സമയം ഏറ്റവും അടുത്തതുകൊണ്ട് ഈ ദിവസങ്ങൾ ഞങ്ങൾ ഒരുക്കമുള്ളവരായി നിലനിൽപ്പാനുള്ള കൃപ നൽകണമേ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ജനവും ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ, വിശ്വാസത്തിൽ വളർന്നു വരുവാൻ, പാപങ്ങളെ ഉപേക്ഷിക്കുവാൻ, കർത്താവിൻ്റെ സാന്നിധ്യമാണ് ജനം അനുഭവിക്കുവാൻ, കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുവാനിടയാകണമേ. സ്വർഗ പ്രാർത്ഥന കേട്ട് മറുപടി നൽകിയ ദൈവത്തിന് നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങയുടെ ജനത്തെ സകലത്തിലും അനുഗ്രഹിക്കണം. അത് യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഈ ശബ്ദം നിങ്ങൾക്ക്, ഈ പ്രസംഗം ഇഷ്ടമായെങ്കിൽ, സന്ദേശം ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുള്ള ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണമേ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലോ വാട്സാപ്പ് നമ്പറിലോ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നാളെ രാത്രി നമ്മൾ ഒരുമിച്ച് കണ്ടുമുട്ടുന്നവരെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് കൂടെ ഇരുന്ന് സകല സത്യത്തിൽ നമ്മളെ വഴി നടത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.